അപ്പോ കോവളം ബീച്ചിൽ സുനിഷ ചേരുകയാണ്. സുനിഷ 2 ദിവസം മുന്നേ പറഞ്ഞു വിട്ടതാന്നാ കേട്ടത്. വന്നിട്ടില്ല അവിടെ. സുനിഷ, ഗുഡ് ഈവനിങ് സുനിഷ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. കോവളത്ത് കുടിക്കുകയോ? എന്താ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ച പോലെ സുന്ദര മനോഹരമായ കാഴ്ചകൾ കോവളത്തുണ്ടോ? ഉറപ്പായിട്ട് വരും. അതുപോലുള്ള കാഴ്ചകളാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസിന്. ഒരു 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, എന്നാലും പിടിച്ചോ ഹാപ്പി ന്യൂ ഇയർ. ഈ പറഞ്ഞതുപോലെ കോവളം ബീച്ചിലാണുള്ളത്. ഈ ഫോർട്ട് കൊച്ചിയിൽ കണ്ടത്ര, നേരത്തെ തന്നെ സജോ പറഞ്ഞു ഇതിൽ ഒരു വെല്ലുവിളി ഇല്ല എന്നുള്ളത്. അത് തന്നെയാണ് പറയാനുള്ളത്. അത്ര കണ്ട് തിരക്കില്ല എങ്കിൽ പോലും കോവളത്തെത്തുന്ന എല്ലാ ആളുകളും ആഘോഷത്തിൽ തന്നെയാണ്. നല്ല തിരക്ക് നമുക്ക് കാണാൻ പറ്റും. കോവളത്തെ സംബന്ധിച്ചിടത്തോളം പല ഇടങ്ങളിലുമായി ഇങ്ങനെ DJ പാർട്ടികളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചിന്നിച്ചിതറി ഓരോ ഭാഗത്താണ് എന്നൊരു പ്രശ്നം മാത്രമാണുള്ളത്. ഇത് നമ്മളോടൊപ്പം കുറച്ച് ആളുകൾ ഇങ്ങനെ വൈബായി ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയതാണ്. എങ്ങനെയുണ്ട് ന്യൂ ഇയർ ആഘോഷം? എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടോ? നന്നാവാൻ തീരുമാനിച്ചാ? എന്താ തീരുമാനിച്ചെന്താ? തീരുമാനിച്ചെന്തരാണ്? ഒന്നുമില്ല തീരുമാനിക്കായി. ചായ കൂടി നിർത്തണം, അതാണ് തീരുമാനിച്ചത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവരിങ്ങനെ പട്ടമൊക്കെ പറത്തി ആഘോഷിക്കുകയാണ്. നമുക്ക് ആഘോഷത്തിന് ഒട്ടും കുറവില്ല. പട്ടം എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ഇനിയിപ്പോ 2 മണിക്കൂറേ ഉള്ളൂ. കാത്തിരിക്കുകയാണല്ലേ? വൈബല്ലേ? അതാണ്, എല്ലാരും സെറ്റാണ്. ഇത് ഒരു സ്ഥലത്തെ കാഴ്ചയാണ്. ഇത് അങ്ങോട്ട് ഇങ്ങനെ കണ്ടെത്താ ദൂരത്തോളം ഈ ബീച്ചിന്റെ കാഴ്ചകൾ നോക്കിയാൽ ഇതുപോലെ ഒരുപാട് പേരിങ്ങനെ ആഘോഷിച്ച് അടിച്ച് പൊളിക്കുകയാണ്. ന്യൂ ഇയറിനെ വരവേൽക്കുകയാണ്. അരുൺ എല്ലാവരോടും കൂടിയാണ്. ഒരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും ബീച്ച് സൈഡിൽ ഇങ്ങനെ ആഘോഷം വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും കടലിൽ സങ്കടമുള്ളവർക്കും സന്തോഷമുള്ളവർക്കും ഒക്കെ ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒരു സ്ഥലമാണ് ബീച്ച് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ 2025 ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കടലിലേക്ക് അങ്ങ് കളയാ. പുതിയ തിരമാലകൾ ഒരിക്കൽ പോയാൽ അത് അടുത്ത തിരമാലയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് 2026 പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നുള്ളൊരു പ്രതീക്ഷാ സൂചകം കൂടി ഈ തിരമാലയൊക്കെ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഏതായാലും വലിയ കാഴ്ച, ആളുകളുടെ ഒരു തിരയിളക്കം തന്നെ ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും വലിയ ആഘോഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈബിലേക്ക് കടക്കും. സുരേഷയുടെ തലയിലും തലയ്ക്കുള്ളിലും കിരീടമൊക്കെ വെച്ചിട്ടേ വാക്കുകൾ കൊണ്ട് കസർത്ത സുരേഷ് സാഹിത്യകാരി കൂടിയാ. കവിതയൊക്കെ എഴുതും, പിന്നെ കഥയൊക്കെ എഴുതും. അപ്പൊ ഒരു പരിസ്ഥിതി സൗഹൃദം ഉള്ള കക്ഷിയും കൂടിയാ. അപ്പൊ നമ്മുടെ സുനിഷ ഗംഭീരമാക്കുന്നുണ്ട് കോവളത്ത് നിന്നും. അപ്പോൾ സുനിഷ, ഈ വർഷത്തെ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ? പുതിയ പ്രതിജ്ഞ വല്ലതും എടുത്തിട്ടുണ്ടോ? എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പ്രത്യേകിച്ച് പ്രതിജ്ഞയൊന്നും എടുക്കാനില്ല. എന്നാൽ പോലും 2025 എടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 2026 പൂർത്തിയാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു ആവറേജ് മല്ലുവിന്റെ റെസൊല്യൂഷൻ സുനിഷ, നമ്മളെ വൈബുമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചു വരാം. ഓരോ കാഴ്ചകൾ നമ്മൾ കൊടുക്കുന്നു. വേടൻ തകർക്കുന്നുണ്ട് അങ്ങ് വയനാട്ടിൽ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്.